ശംശായിരിക്കട്ടെ. നമ്മളിന്ന് ഇതേ മനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 73-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപാദിച്ചു 12 ശിഷ്യന്മാരെക്കുറിച്ച് ഒരല്പം ക്രമം തെറ്റിച്ച് തന്നെ പുസ്തകത്തിൻ്റെ ക്രമത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ജെയിംസിൻ്റെ ആ വിളിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ലക്കം വരെ നമ്മൾ കണ്ടത് 10 പേരുടെ വിളിയെക്കുറിച്ച് കണ്ടു. 11-ാമത്തെ ആളായിട്ട് വിശുദ്ധ ജെയിംസ്. നമ്മൾ ഈ വിശുദ്ധ ജെയിംസിൻ്റെ വിളി 3-ാമത്തെ വാല്യത്തിലെ 95-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ജെയിംസ് യൂദാസ് തദ്ദേവൂസിൻ്റെ സഹോദരനാണ്. ഈശോയുടെ അങ്കിളായ അൽഫേയൂസ് വിശുദ്ധ യോസേപ്പിൻ്റെ സഹോദരൻ, ഇവരുടെ മക്കളാണ്. ഇവർ അയൽവക്കക്കാരുമാണ്. ഒന്നിച്ച് വളരെ സ്നേഹത്തിൽ സന്തോഷത്തിൽ കഴിഞ്ഞ ഒരു പാരമ്പര്യം. പക്ഷേ ഈശോ തൻ്റെ പ്രവാചക ദൗത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. അൽഫേയൂസും തൻ്റെ ആദ്യത്തെ 2 മക്കള് ജോസഫും സൈമണും, ഇവർക്ക് ഈശോയുടെ ഈ നടപടികൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ അതികഠിനമായി വിമർശിക്കുകയാണ്. നസ്രത്തിലെ ജനം ഒരുപക്ഷെ ഈശോയുടെ പ്രവൃത്തിയെ മനസ്സിലാക്കുന്നില്ല. കാരണം പരിശുദ്ധ അമ്മയെ അവൻ്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിക്കാതെ ഇങ്ങനെ പ്രവാചകനായി നടക്കുന്നു. അതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു ആന്തരിക സംഘടനത്തിലാണ് വിശുദ്ധ ജെയിംസും വിശുദ്ധ യൂദാസ് തദ്ദേവൂസും. അവർ കുഞ്ഞുനാളിൽ മുതൽ ഈശോയുടെ കൂടെ കളിച്ച് വളർന്നു. ഈശോയെ അവർ എല്ലാമായി കണക്കുകൂട്ടുന്നു. അവരുടെ തന്നെ വാക്കുകളിൽ ഞങ്ങളിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും മഹിമയുണ്ടെങ്കിൽ അത് ഈശോയുമായിട്ടുള്ള ഞങ്ങളുടെ സഹവർത്തിത്വത്തിൽ കൂടിയാണ്. ആ സ്നേഹബന്ധത്തിൽ കൂടി ഈശോ ഞങ്ങൾക്ക് കുഞ്ഞുനാളിൽ മുതൽ ഞങ്ങളുടെ ചിന്തയുടെ, വാക്കിൻ്റെ, പ്രവൃത്തിയുടെ എല്ലാം ഒരു മാതൃകയായിരുന്നു. അങ്ങനെ ഈശോയുമായിട്ടുള്ള ആ സ്നേഹബന്ധം വളരെ ആഴത്തിലാണ്. പക്ഷേ സാമൂഹിക ബന്ധങ്ങൾ, കുടുംബപരമായ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ആ 2 ധ്രുവങ്ങളിലേക്ക് ഇതിനിടയ്ക്ക് കിടന്ന് വിഷമിക്കുന്നവരാണ് വിശുദ്ധ യൂദാസ് തദ്ദേവൂസും ജെയിംസും. അവർ പക്ഷേ അവസാനം അവർ തീരുമാനിക്കുകയാണ്, ഇല്ല, കുടുംബ ബന്ധങ്ങളെക്കാളും ഉയർന്നതാണ് ദൈവിക ബന്ധം. അവർ ആ പിടിയിൽ നിന്ന് മാറുകയാണ്. അവരൊരിക്കൽ കഫർനാമിലെ ചന്തയുടെ ദിവസം ഈശോയെ അന്വേഷിച്ചു വരുന്നു. അവർ പലയിടത്തും അന്വേഷിച്ചു. ഈശോയെ അവസാനം അവിടെ ആ ചന്തയിൽ വെച്ച് കാണുകയാണ്. അപ്പോഴവർ നിരാശരാണ്, ദുഃഖിതരാണ്. അവർ പറയുന്നു, ഞങ്ങൾ ഇനിയും നിന്നെ വിട്ടു പോകില്ല. കാരണം അപ്പനും മൂത്ത 2 സഹോദരങ്ങളും പറയുന്ന ന്യായീകരണങ്ങളൊന്നും ഞങ്ങൾക്ക് ബോധ്യമല്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അവർ പറയുന്നത് ഇവൻ്റെ ഈ പ്രവാചക ദൗത്യം അതൊരു ഭ്രാന്ത് പിടിച്ച പരിപാടിയാണ്. അവൻ്റെ ഉത്തരവാദിത്വങ്ങൾ അവൻ നിർവഹിക്കാതെയാണ് പോകുന്നത്. അവനെ ആശ്രയിച്ചു കഴിയുന്ന വിശുദ്ധ കന്യാമറിയത്തിനെ അവൻ ഉപേക്ഷിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ അവന് മാനസിക രോഗമാണ്. ഇങ്ങനെയുള്ള പല അവനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ
അപ്പോൾ യൂദാസ് തദേവൂസും ജെയിംസും പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഉയർച്ചയോ താഴ്ചയോ ഉള്ളപ്പോൾ നമ്മളല്ലേ കൂടെ നിൽക്കേണ്ടത്. അവന് ചിത്തഭ്രമമാണ്, മാനസികമായ രോഗമാണെങ്കിൽ അപകടമുണ്ടാകാതെ, അവനും ലോകത്തിനും അപകടമുണ്ടാകാതെ നമ്മളല്ലേ നോക്കേണ്ടത്. രണ്ടാമത്തെ, അവനൊരു പ്രവാചകനാണെങ്കിൽ, ദൈവത്താൽ ഐക്യപ്പെട്ടവനാണെങ്കിൽ, ലോകം മുഴുവൻ അവൻ്റെ പുറകെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുപോകുമ്പോൾ നമ്മൾ മാത്രം ആ പുറകോട്ട് നിൽക്കുന്നത്, എതിര് നിൽക്കുന്നത് തെറ്റല്ലേ? അതുപോലെ പരിശുദ്ധ കന്യാമറിയത്തെ അവൻ വേണ്ട പോലെ നോക്കുന്നില്ല എന്നുള്ള ആരോപണം അത് അമ്മയല്ലേ പറയേണ്ടത്? അമ്മ സന്തുഷ്ടയല്ലേ അവനങ്ങനെ പോകുന്നതിൽ? ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്കുള്ള ഉത്തരങ്ങളുമാണ് അവർ പറയുന്നത്. ഈശോയുടെ അടുത്ത് വന്നിട്ട് അവർ പറയുന്നു, ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇനിയും ഞങ്ങൾ പുറമോട്ടില്ല. നീയാണ് ഞങ്ങളുടെ മാതൃക. കാരണം നീ ദൈവത്തിന് വേണ്ടി നിന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന അമ്മയെപ്പോലും നീ ഉപേക്ഷിച്ചു. അപ്പോൾ നീയാണ് മാതൃക. അവർ ദുഃഖത്തോടെയാണ് പറയുന്നത്. അപ്പോൾ ഈശോ പറയുന്നു, മനുഷ്യനായ ഈശോ, നീ പറയുമ്പോൾ എൻ്റെ ഈ ദുഃഖം കാണുമ്പോൾ വേദനിക്കുന്നു. പക്ഷേ വചനമായ ഈശോ നിന്നോടൊപ്പം സന്തോഷിക്കുന്നു. കാരണം നിൻ്റെ പ്രവൃത്തികൾ സ്വർഗത്തിൽ വലിയ നിക്ഷേപം കൂട്ടുന്നതായിട്ട് മാറുന്നു. അതുകൊണ്ട് അവനെ സ്വീകരിക്കുകയാണ്. അപ്പം അങ്ങനെ അവരൊന്നാകുകയാണ്. ഈ 10 ശിഷ്യന്മാരും പുറകിൽ മാറി നിൽക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവരാണ് എൻ്റെ സഹോദരർ. ഇപ്പോൾ നിങ്ങളുടെ സ്നേഹിതരായിട്ട് ശിഷ്യഗണത്തിലേക്ക് വരുന്ന ആ 11ാമത്തെ ജെയിംസിനെയും നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ കൂട്ടായ്മയിലെല്ലാം വളരുക. അങ്ങനെ ജെയിംസിനെ ഈശോ 11ാമത്തെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, ജെയിംസിനെ ഈശോയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായും രഹസ്യങ്ങളുടെ എല്ലാം ഈശോയ്ക്ക് അത്രമാത്രം വിശ്വാസമുള്ള, തൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ ദൗത്യത്തെക്കുറിച്ചുമെല്ലാമുള്ള രഹസ്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ആ ആഗോളസഭയുടെ തലവനായിട്ട് പത്രോസിനെ നിയമിക്കുമ്പോഴും ജെറുസലേമിലെ അവിടുത്തെ നേതാവായിട്ട് ജെയിംസിനെയാണ് നിയോഗിക്കുന്നത്. അങ്ങനെ ആത്മബന്ധങ്ങൾ, കുഞ്ഞുനാളിൽ മുതലുള്ള ബന്ധങ്ങളെല്ലാം ദൈവിക ബന്ധമായിട്ട് വളരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ 11ാമത്തെ ശിഷ്യനായിട്ട് ജെയിംസിനെ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആ ജെയിംസ് ഉൾക്കൊണ്ട ആന്തരിക സംഘടനം ഒരുപക്ഷെ നമുക്കും വരാവുന്നതാണ്. സാമൂഹ്യ നീതിയും ദൈവത്തിൻ്റെ വിളിയും തമ്മിലുള്ള സംഘടനം. അവിടെ ഈശോ പറഞ്ഞ അതേ വാക്ക് തന്നെ, ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിൻ്റെ കാര്യങ്ങൾ നിറവേറ്റുന്നവനാകണ്ടേ. ഈ ഒരു സന്ദേശമാണ് ജെയിംസിൻ്റെ വിളിയിൽ കൂടി നമുക്ക് തരുന്നത്. അതിനെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാൻ ശ്രമിക്കാം. ആമേൻ.